Zoom zoom, zoom 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 zoom, zoom zoom zoom, zoom 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 zoom. ചന്ദ്രിക കാണുന്നേ നറുപുഞ്ചേരി പൂക്കുന്നേ നൊമ്പരം ചൂടും കൽബിന്റെ മേട്ടിൽ ചന്ദ്രിക കാണുന്നേ ഇഫ്താറിൻ ചുണ്ടിൽ കൽക്കണ്ടം പോലെ ചന്ദ്രിക കാണുന്നേ നബി നല്ലൊരു നീർത്തടം ഉറവ തീരാ സംസമായി നേരാകും നോമ്പും കൊണ്ട് ത്യാഗപ്പും പുണ്യം നേടി റബ്ബേ നിൻ കണ്ണിൽ ഞാനെത്തി റംസാൻ വന്നേ സുറുമകളാൽ മിഴിവരച്ചേ വാനം റംസാൻ വന്നേ പ്രിയരണഞ്ഞേ തുടുതുടുത്തേ ലോകം വാഴുന്ന റബ്ബിൻ സക്കാത്തല്ലേ വീഴാതെ കാക്കും കാരുണ്യമേ ഓ നിസ്കാരം നൽകും നീനാമല്ലേ വാഴ്വിൻ്റെതെല്ലാം അങ്ങേതല്ലേ കൽവിൽ നീ ചേർത്തിടേണേ വാടി വീഴാതെന്നയും മലക്കുകൾ കൂട്ടു നൽകണേ ദുരാവിൻ നീറ്റിലും നേരാകും നോമ്പും കൊണ്ട് ത്യാഗപ്പും പുണ്യം നേടി റബ്ബേ നിൻ കണ്ണിൽ ഞാനെത്തി റംസാൻ വന്നേ സുറുമകളാൽ മിഴിവരച്ചേ വാനം റംസാൻ വന്നേ പ്രിയരണഞ്ഞേ തുടുതുടുത്തേ ലോകം സും 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 ചന്ദ്രിക കാണുന്നേ നറുപുഞ്ചിരി പൂക്കുന്നേ നൊമ്പരും ചൂടും കൽവിന്റെ മേട്ടിൽ ചന്ദ്രിക കാണുന്നേ ഇഫ്താറിൻ ചുണ്ടിൽ കൽക്കണ്ടം പോലെ ചന്ദ്രിക കാണുന്നേ നബി നല്ലൊരു നീർത്തടം ഉറവ തീരാ സംസമായി നേരാകും നോമ്പും കൊണ്ട് ത്യാഗപ്പും പുണ്യം നേടി റബ്ബേ നിൻ കണ്ണിൽ ഞാനെത്തി റംസാൻ വന്നേ സുറുമകളാൽ മിഴിവരച്ചേ വാനം റംസാൻ വന്നേ പ്രിയരണഞ്ഞേ തുടുതുടുത്തേ ലോകം റംസാൻ വന്നേ സുറുമകളാൽ മിഴിവരച്ചേ വാനം റംസാൻ വന്നേ പ്രിയരണഞ്ഞേ തുടുതുടുത്തേ ലോകം. ഷാനിക്ക, എന്തോ ശരത് സർ, സൂപ്പർ ആയിരുന്നു. അടിപൊളി. പറയൂ, ഈ പാട്ട് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ. അതിന് ക്രെഡിറ്റ് മുഴുവൻ വീണ്ടും. പിന്നെ ഇദ്ദേഹം ശരത്തേട്ടൻ അല്ല, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ദേ, ദേ, ദേ. ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ആരാണ് ഇതിന്റെ രണ്ട് സംഗീത സംവിധായകരാണ്, ആരാണ് ഇതിന്റെ സൃഷ്ടാവ് അല്ലേ? എന്നാ പിന്നെ സൃഷ്ടാവ് തന്നെ സംസാരിക്കട്ടെ. ശരത്തേട്ടാ പാറു, ഇത് ഇങ്ങനെ ഒരു അവസരമാണ്. ഇപ്പൊ നമുക്ക് ഒരു പാട്ട് വേണമെന്ന് ഇപ്പൊ ഈ ഏത് പാട്ട് എടുത്താലും റൈറ്റ്സ് ആണ്. നമ്മള് വിചാരിക്കാത്തവരുടെ കയ്യിലൊക്കെ റൈറ്റ്സ്. എന്റെ ക്ഷണക്കത്തിലെ പാട്ടുകളുടെയൊക്കെ റൈറ്റ്സ് ഇപ്പൊ ഒരു അറബിയുടെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് ഞാൻ സതീഷിന്റെ അടുത്ത് സതീഷെ ഞാനൊരു പാട്ടുണ്ടാക്കാം. അപ്പൊ സാറ് എഴുതിക്കാൻ ആളിൽ ഞാൻ പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാനിത് ഉടനെ തന്നെ ഒരു ട്യൂൺ പാടി നമ്മുടെ എഞ്ചിനീയറിന് അയച്ചു കൊടുത്തു. മൊബൈലിൽ തന്നെ റെക്കോർഡിംഗ് എഞ്ചിനീയറിന് അയച്ചു കൊടുത്തു. ഇപ്പം തന്നെ അയച്ചു കൊടുത്തു. അതിന്റെ ഒരു കോപ്പി എടുത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മുടെ ജിസ് ജോയില്ലേ ഡയറക്ടർ, ജിസിനെ കൊണ്ട് എഴുതിക്കുക എന്ന് പറഞ്ഞ് ജിസിനും അയച്ചു കൊടുത്തു. ജിസ് ആ സമയത്ത് ചെന്നൈയിലായിരുന്നു. ഞാൻ പറഞ്ഞു ജിസേ ഇത് എനിക്ക് പാടേണ്ടതാണ്, ഇത് പെട്ടെന്ന് എഴുതി ശരത്തേട്ടാ ട്യൂൺ അയക്ക്. ഇപ്പൊ ട്യൂൺ അയച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു അതുപോലെ ലിറിക്ക് ഇങ്ങോട്ട് പോരട്ടെ. അതൊരു 15 മിനിറ്റിൽ അദ്ദേഹം ലിറിക്ക് എഴുതി അയച്ചു. ഇതിലെ കാര്യം അല്ല അണ്ണാ, പ്രധാനമായിട്ട് താങ്ക് യു അണ്ണ. അതായത് അങ്ങനെ ഒരു ട്രാൻസ്പെയറന്റ് അറേഞ്ച്മെന്റ് ആണ്. പിന്നെ എനിക്ക് കുറെ ഇഷ്ടമുള്ള ഒരു ചെക്കനാണ് ഷാൻ റഹ്മാൻ.
അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ആ എന്നിട്ട് ഷാനിനെ ഇഷ്ടമില്ലാത്ത ആരാ? അതെ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ആ നിഷ്കളങ്കമായ മുഖം. അല്ലല്ല അടുത്ത് എന്റെ ഒരു അങ്കിള് വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് ആ പ്രോഗ്രാം ഒന്ന് കാണാൻ വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, മാമ വാ എന്ന് പറഞ്ഞു. അല്ല ഞാൻ പ്രധാനമായിട്ട് വരുന്നത് എനിക്ക് ഷാനിനെ കാണും, എനിക്ക് അവനെ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു എന്റെ മാവനെ ഇത്ര അല്ല, ഇപ്പൊ ഒരു ഫാൻസ് ക്ലബ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഷാൻസ് പുഞ്ചിരി എന്ന് പറഞ്ഞു. സത്യം, ഷാൻസ് പുഞ്ചിരി ക്ലബ്. അപ്പോ പാറു, ഇതിന്റെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു ജിസ് എന്താ പറയണ്ട, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള മനുഷ്യനാണ്. കമ്പോസ് ചെയ്തത് ഒരു ഹിന്ദുവാണ്. ഇത് പാടിയത് ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ചേർന്ന്. ഇതിൽ കൂടുതൽ മതമൈത്രി വേറെ എവിടെ? ഇതാണ് യഥാർത്ഥ മതമൈത്രി. എവിടെ? എന്തായാലും താങ്ക്സ് ടു ജിസേട്ടൻ. കാരണം ഓൾറെഡി നമ്മുടെ ജൂനിയറിന്റെ ഗ്രാൻഡ് ഫിനാലെ നമ്മളെ ഞെട്ടിച്ചിട്ട് പോയതാണ് ഒരു വരികളൊക്കെ എഴുതി പെട്ടെന്ന്. അപ്പൊ എന്തായാലും താങ്ക് യു ജിസേട്ടാ, താങ്ക് യു ശരത് സർ. ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഇദ്ദേഹത്തിന്റെ കമ്പോസിഷനിൽ പാടും എന്നുള്ളത് ഞാൻ ജന്മത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നെ ശരത്തേട്ട് വിളിച്ചിട്ട്, ഷാനയുടെ ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പടച്ച തമ്പുരാനെ എന്താണാവോ വരാൻ പോകുന്നത്. ഞാനപ്പൊ തന്നെ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഈ ഒന്നും എനിക്ക് പറ്റില്ല കേട്ടോ. അതൊന്നുമല്ല, ശൈലി ഉണ്ടല്ലോ സംസാരം, അതൊന്നുമല്ല എന്ന് പറഞ്ഞ് ഈ പാട്ട് ഞാൻ കേട്ടപ്പോ സൂപ്പർ. ഞാനപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഭയങ്കര പ്യോറിറ്റി. അതാണ് ഞാൻ തുടക്കം തൊട്ട് പറയാം, ഭയങ്കര പ്യോറിറ്റി ഉള്ളൊരു കമ്പോസിഷൻ, ഭയങ്കര ഒരു ഡിവിനിറ്റി നമുക്ക് അപ്പൊ തന്നെ ഫീൽ ചെയ്യുന്നു. പിന്നെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കര ഇന്നസെൻസ് ഉള്ളൊരു പാട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ താങ്ക് യു മനുഷ്യ. ഈദ് മുബാറക്. ഇത് രണ്ടുപേരുടെ ദേഷ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി എന്നെ കൊണ്ട് പാടിക്കോ, ഇനി എന്നെ കൊണ്ട് പാടിക്കോ. ഇതിന് വേറെ പേരുണ്ട്, ധൃതരാഷ്ട്രാലിംഗനം. അല്ല ഇനി പാടിക്കാം. ഷാനിക്ക അടിപൊളിയായിരുന്നു. അവസാനം ഷാനെ ഷാനെ ഇനി പാട്ടുകാരനായിട്ട് മാറും. എന്തായാലും ശരത് സർ താങ്ക് യു. ഞങ്ങൾക്ക് ഒരുപാട് സൂപ്പർ സ്റ്റാറിന് മാത്രം കോപ്പിറൈറ്റ് ഉള്ള ഒരുപാട് പാട്ടുകൾ. അല്ല, എന്റെ മനസ്സ് പറയുന്നു ഇതെന്തായാലും ഇത് ഹിറ്റ് ആവും. എല്ലാവരുടെ മനസ്സിലും നിൽക്കുന്ന ഒരു ട്യൂൺ ആയിരിക്കും ഉറപ്പായിട്ടും. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, ബൈ. നൈസ്. ഓക്കെ, അപ്പൊ ജഡ്ജസ് സംസാരം കേട്ട് പാവം പാടാൻ വരുന്നത് നമ്മുടെ തേജസ് ആണ്. അതെ, നമ്മൾ പാടാൻ കൊടുക്കുന്ന റൗണ്ട് സ്വരം റൗണ്ടാണ്. സോറി തേജസ്, സോ ലെറ്റ്സ് വെൽക്കം തേജസ്. വാനം ചായം തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അല പോലവളിന്നിൽ വല നെയ്തൊരു സ്വപ്നം മിഴി മൂടുമീ നേരം ഇരുൾ വീശുമീ നേരം മായുമോ മാറുമോ കാനൽ കാർമേഘം വാനം ചായം തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും രാപ്പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്ര
ചന്ദ്രബിംബം താനേ പൊലിഞ്ഞു നാം തുഴഞ്ഞ നീർക്കുതുമ്പി കോമൽ പടിയിൽ നീ പറഞ്ഞ തേൻ കഥകൾ പാടേ മറന്നു വിളി കേൾക്കുമെങ്കിൽ പൊന്നി ഇനിയേതു ദ്വീപിൻ കോണിൽ ഒരുപോലെ നമ്മൾ ചേർന്നു പാടും വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും പാപ്പ മപനിര മപനിര ഗമരി മാമ പാപ്പ നിനി മാമ പാപ്പ മപനിര മപനിര നിനി സാനി പ മാമ പാപ്പ ഗരി പാപ്പ മപനിര ഗമരി മാമ പാപ്പ നിനി മാമ പാപ്പ നിദ 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 നി സാ പരി രി 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 സ സരി നി പരി രി 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 സ നി സാ പദ നി സ പ പഗ ഗ രി നി സാ പ സ നി രി സ നി പ മ ഗ രി മ പ നി ദ നി സ രി നി രി സ നി സ പ നി മ പ മ രി വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും. ഗുഡ് മോനെ, നൈസ്. ബുൾബുൾ. തേജസ് എന്തോ അടിപൊളിയായിരുന്നല്ലോ. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു സ്വരം റൗണ്ട്? പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ആണോ? ലേശം. ആണല്ലേ, ഓർത്ത് വെക്കാൻ. ഏതായിരുന്നു എളുപ്പം, വരികൾ പഠിക്കാനാണോ സ്വരം പഠിക്കാനാണോ? വരി പഠിക്കാൻ എളുപ്പം. അല്ല ചേച്ചി, ഇവൻ അനാർക്കലി മൂവി ഇങ്ങനെ പിടിച്ചേക്ക. സാഹിബ പാടിയാണ് ചേച്ചിയുടെ പെട്ടി തുറന്നത് ഇവിടെ. ഇപ്പൊ വീണ്ടും അതേ സിനിമയിലെ തന്നെ വേറൊരു പാട്ട്. ചോദിക്കാം എം ജി സർ. തേക്കുട്ടാ, എന്തോ സുഖാണോ? സുഖാണ് സാർ. നന്നായിട്ട് പാടിവനെ. രസമാണ്. കുറച്ച് പവർ വേണം, മനസ്സിലായില്ലേ? ഒരു ഇച്ചിരി പവർ, ഇച്ചിരി ഡൈനാമിക്സ്, ഇതൊക്കെയാണ്. ഇപ്പം ഞാൻ പാടുന്ന തുടക്കമില്ലേ, വാനം വാനം, ആ ഒരു സുഖം വേണേ കൊണ്ടുവരാം കേട്ടോ. അതുപോലെ തന്നെ പല സ്ഥലത്തും ഇപ്പം പൊന്നെ മേൽപ്പാട്ട്, ലോ വരുന്ന പൊന്നെ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. പക്ഷേ മോനെ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ട് പറഞ്ഞു തരുമ്പോഴത്തേക്ക് സ്വരങ്ങൾ എഴുതാൻ പഠിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു ടേപ്പ് റെക്കോർഡർ വെച്ചിട്ട് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. ഇവിടെ 2 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അവരോട് ചോദിക്കാം. അവരുടെ പാട്ടാണെങ്കിലും ഇന്ന് ഏത് മ്യൂസിക് ഡയറക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ പാസാന്ന് ഞാൻ എഴുതും. അപ്പോൾ അതിന് അടിസ്ഥാനം എന്താണ്? സരളി വരിശയും ദണ്ഡവരിശയും പഠിച്ചാൽ മതി. കൂടുതൽ കീർത്തനമൊക്കെ പഠിച്ച് അങ്ങ് അറ്റത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അത് നമ്മൾ അടിസ്ഥാനം എന്ന് പറഞ്ഞ കാര്യം കുറെ ഉറപ്പിച്ചാൽ മാത്രമേ നമുക്കൊരു പാട്ട് പറഞ്ഞു തരുമ്പം. മോൻ ഏതെങ്കിലും ഒരു പാട്ട് പാട്. മകളെ പാപ്പ പാതി മലരെ പനിപക മലരെ നിംഗമകാരിനി മനസ്സ് നിനിസ ഗാരിസ. കണ്ടോ, ഇത് എഴുതാനുള്ള ഒരു സാധനം. ഏത് വേണേ പാട്, ഞാൻ നൊട്ടേറ്റ് ചെയ്യാം. അടുത്ത പാടാ. പാട്. പാട്. സായന്തനം പരീസ
ചന്ദ്രിക സരി സനീത ലോലമാ ധനിസഗ ധനിസ പരിഗ നാലമ്പലം ആ പദമ പഗ്രീസ നലമിഴും സരിസദ സ്വർഗമാ ധനിസ പരിഗ മലയോല ഗമദാനിസ കേളി വസന്തം ഭാഗരശ്രീ ഉണരാത്തതിൻ മാതാ മാതാ നിദപ. ആ റൂട്ട് ഞാൻ പറയാണ്. പ്രിയതേ പസ പദ സ നിരി സഗരി പരിഗ. മോനെ നോക്കണേ, സ്വരം പറയുമ്പോ ധായൊക്കെ ഈ തായായി പോരുതേ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. സർ ചന്ദനമണിയുടെ കൂടെ ഒന്ന് സ്വരങ്ങളൊന്ന് സർ. ചന്ദനമണി അണ്ണ ഇവൻ ബേസിക് ആയിട്ടുള്ള അവിടെ ഒരു മനസ്സിലിരിപ്പെന്ന് പറഞ്ഞാൽ അണ്ണനെ ഒന്ന് തെറ്റിക്കണം. അയ്യോ അല്ല സർ, അതുവരെ ഒരു ഒരിക്കലും അല്ല അപ്പൊ സർ. ഓരോന്നായിട്ട് ഇല്ല, ഇവൻ പാടുന്നു. ചന്ദനമണി പറ, വരി പറ. ചന്ദനമണി പാപ്പ പപ്പ ചന്ദനമണി സന്ധ്യകളുടെ അത് മുഴുവൻ പാ. നടയിൽ മപദ നടയിൽ നടനം നടനം പമപ തുടരുക മരി മരി രംഗവേദി പമപ രംഗവേദി രംഗ എന്ന് പറയാം പമപ മരിമ രി സരി ആരവം സരി സരി ദ്രുതതാളം നിസരി സ പാപ മാമ ദാദ പാപ നീനി ദാദ സാസ നീനി രീരി സാസ ദാദ പാപ മാമ ഗഗരി സനി രീരി സനി രീരി സനി രീരി സനി രീ മരി 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 രി മപദനി സരി സനി ദപ മദപ മരി സനി രി സ. അതെ, ആരെ വാ, അത് കലക്കി. അതെ സൂപ്പർ. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ റൗണ്ട്. കാരണം എന്തായാലും ഇതിന്റെ സൃഷ്ടാക്കൾ ആരാണെങ്കിലും ഇത് സതീഷാണ്. എന്തായാലും സതീഷിന് വലിയൊരു കൈയടി. നൈസ്. ഓക്കെ ഷാനിക്ക. തേജസ് എന്തോ നന്നായിട്ട് പാടി. ആരൊക്കെയാണ് ഇതിന്റെ ആളുകൾ എന്ന് പറഞ്ഞേ? ഇത് മൂവി അനാർക്കലിയാണ്. പാടിയത് കെ എസ് ഹരിശങ്കർ സാറാണ്. മ്യൂസിക് കമ്പോസ് ചെയ്ത വിദ്യാസാഗർ സാറാണ്. എഴുതിയത് രാജീവ് ഗോവിന്ദ് സാറാണ്. അടിപൊളി, നന്നായിട്ട് പാടി തേജസേ. പറഞ്ഞ പോലെ ഹരി കലക്കി പാടിയ ഒരു പാട്ടാണ്. നമ്മുടെ തുടക്കത്തിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഹരി. എനിക്ക് തേജസിന് സിംഗിൾ ആകെ തോന്നിയൊരു കാര്യം, കുറച്ച് നേസൽ വരുന്നുണ്ട് തേജസേ. ബാക്കി പാടിയതൊക്കെ അസലായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കുറച്ചൊരു നേസൽ ടോൺ. ഇപ്പൊ അകാരം എന്നുള്ളത് ഇതിൽ ഒരുപാട് ആ ഉണ്ട്. ഇപ്പൊ വാനം ഫസ്റ്റ് വേർഡ് തന്നെ ആ. അപ്പം ശ്രീകുട്ടൻ പറഞ്ഞ പോലെ ഒന്ന് കുറച്ചുകൂടെ പവർ അല്ലെങ്കിൽ ഒന്ന് തുറന്ന് പാടാം എന്നുള്ളൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടെ ഓപ്പൺനെസ് വരാം. ഇത് പിന്നെ എനിക്കൊന്ന് ഹരി കുറച്ച് ഹസ്കിയായിട്ടാണ് പാടിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അകാരങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു അവൻ പാടിയതിൽ. അപ്പോൾ ആ അകാരം ഇത് ഇപ്പം 2-3 പാട്ടുകൾ ഇപ്പോൾ പാടിയല്ലോ, അപ്പോഴൊന്ന് കംപ്രസ്ഡ് ഒന്ന് പിടിച്ച് പാടിയതുപോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് കുറച്ചുകൂടെ ഓപ്പൺ ആവാം. ഞാൻ ആകെ അകാരം പിന്നെ ഒരു നേസൽ ഇന്ന് മൂക്കടപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു നേസൽ ടോൺ കയറി വരുന്ന പോലെ ഫീൽ ചെയ്തു. എനിക്കത് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം സ്വരം റൗണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. അകാരം ആ ഒരു പ്രൊണൗൺസിയേഷൻ മാത്രം ഒന്ന് ശരിയാക്കാം. ഗുഡ് ജോബ് തേജസ്. ശരത് സർ. മോനെ ചക്കരെ, ഓ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. നന്നായിട്ട് പാടി, നല്ല അതിമനോഹരമായ ഒരു കോമ്പസിഷൻ. പിന്നെ നമ്മുടെ ഹരി അവൻ അസാധ്യമായിട്ട് പാടി വെച്ചേക്കാം. അവൻ ഒരു പരമജ്ഞാനസ്ഥനാണ്. അത് പറയാതിരിക്കുക. അതെങ്ങനെ ഈ അണ്ണാച്ചിയുടെ ഫാമിലി അല്ലേ, അവരെല്ലാം അങ്ങനെ തന്നെ. അപ്പൊ അതിൽ കുറേ സന്തോഷം. ഹരിയുടെ പാട്ട് പാടിയതിൽ കുറേ സന്തോഷം. നന്നായിട്ട് പാടി. ഇവരൊക്കെ പറഞ്ഞതാണ് ഞാനൊന്ന് നോട്ട് ചെയ്തിരുന്നത്. ഈ അകാര ആ എന്ന് പറയുമ്പോൾ അത് ആന്ന് തന്നെ പറയാം. പിന്നെ സ്വരത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു നീയായിട്ടൊരു വഴക്കുണ്ട്. സ്വരച്ചേർച്ചയുണ്ട്, സ്വരച്ചേർച്ചക്കുറവുണ്ട്. ആ ഒന്ന് പാടാമോ? അതോ മോ അല്ല പാപ്പ നിനി മാമ പാപ്പ മപനിത മപനിത മപനിത. അതാ കാണിക്കുന്നുണ്ടോ? മപനിനി മപനിനി. അന്ന് നീ ആ പാടുന്ന നീ കൂടുതല് മപനിത മപനിത ആ നിത എവിടെ? മപനിത. ആ ട്യൂണൊന്ന് പാടിക്കാമോ ഇത്? വരികള് രാപ്പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ. അത്രയല്ലേ ഉള്ളൂ. ആ ദൈവതം കാണിക്കുന്നല്ലോ. മപനി മപനി.
അതേ ഉള്ളു കേട്ടോ. അതിപ്പോ ദാ പാടുന്നുണ്ടെങ്കിൽ ആ ദൈവതം കാണിക്കണം. ഓക്കെ. അല്ലേ വേണ്ടേ? ആ വേണം സാർ. അല്ല നിനക്ക് താല്പര്യമല്ലേ വേണ്ടടാ ചേട്ടാ? വേണം സാർ. ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ഞാൻ നിർബന്ധിക്കില്ല. എനിക്കിപ്പോ നിർബന്ധ ബുദ്ധിയേ ഇല്ല മോനെ കേട്ടോ ചക്കരെ. അപ്പൊ അത് നോക്കിക്കൊള്ളുകടാ. ഞാൻ ഇതൊന്നും നിന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി തേജസ് യെസ് മാം. മോനെ ഇതില് ഈ പാട്ട് ബ്യൂട്ടിഫുൾ ഒരു മെലഡി, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. എനിക്ക് തോന്നിയ ഒരു കാര്യം കുറച്ചുകൂടി ഒരു ത്രോ വരാമായിരുന്നു. കാരണം മോൻ പാടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു റിഹേഴ്സൽ ചെയ്യുവാണെന്ന്. അത്രയ്ക്ക് ഒരു ലാഘവം വന്നുപോയി ആ ശബ്ദത്തില്. അതാ കുറച്ചും കൂടി ഒരു പവർ വേണം മോനെ. അതും അതേപോലെ ഈ സ്വരം പോർഷൻ വന്നപ്പോൾ നല്ലൊരു റൗണ്ട്, പറയാതിരിക്കാൻ വയ്യ, മനോഹരമായൊരു റൗണ്ട്. കാരണം സ്വരങ്ങൾക്കൊരു പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ശരിക്കും പാടുന്ന എല്ലാവരും അറിയുന്ന ഒരു റൗണ്ട്. പിന്നെ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തും നമ്മളിത് എത്തിക്കുകയാണല്ലോ, ഇതൊക്കെയാണ് ഇതിന്റെ സ്വരങ്ങൾ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഇതിന്റെ പിറകിലെന്നുള്ളത്. അത് തേജസ്, എനിക്ക് ഈ ദൈവതമാണ് എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം. കാരണം ആ നോട്ട് മോൻ പാടുന്നുണ്ടെങ്കിലും ആ ധാ കേൾക്കുന്നില്ല. ഇപ്പൊ സാറ് പാടി തന്നപ്പോ ആ ധായ് കൊടുക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. ധാ ധാ എന്ന് പറഞ്ഞ കാര്യമില്ല, ധാ ധാ ആയിട്ട് തന്നെ പറയണം. അപ്പോഴേ അതിന്റെ ആ നോട്ട് നമുക്ക് ബ്രെയിനിൽ രജിസ്റ്റർ ആവുള്ളൂ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ നിന്ന്. അപ്പൊ അതാണ് നീ ധ ഒക്കെ പാടുമ്പോൾ നീ 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 പോകുന്ന ഫീല്. അപ്പൊ അത് അതേപോലെ നെക്സ്റ്റ് ലൈൻ പറഞ്ഞ ഗമാരി മാമ പാപ്പ നിനി മാമ പാപ്പ മപനി മപനിത മപനിത മപനിത. അവിടെ ദൈവത ഉണ്ടെന്ന് ആലോചിച്ച് പാടിയേ. മപനിത 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 നീ നീ സാ. ധാ പറയൂ. ധാ ധ ആ മപനിധ മപനിധ മപനിധ. ആ ബെറ്റർ. കാരണം അവിടെ ആ ധാ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ സാറ് പാടുമ്പോ ശ്രദ്ധിച്ചോ ആ ധാ പറയുന്ന രീതി. അത് ആ ധാ പറഞ്ഞാലേ വരില്ലോ അവിടെ, അത് മനസ്സിലേ ഉള്ളൂ അല്ലേ? അതിന് നെക്സ്റ്റ് ലൈൻ എന്താ? അല്ല അതിന് മുന്നേ അതെന്താ മിസ്സായി പോന്ന? അതന്നെ ഞാൻ ചോദിച്ചോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ നെക്സ്റ്റ് ലൈൻ മാമ പാപ്പ ഗരി പാപ്പ മപനിത മപനിത ഗമരി. മാമ പാപ്പ നിനി മാമ പാപ്പ നിധ 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 നീ നീ സാ നിധ 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 നീ നീ സാ. ദാ എന്ന് പറയുന്നതിന് വരെ ധാ എന്നൊന്ന് പറഞ്ഞു പാടിയേ. നിധ 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 നീ നീ സാ. കുറച്ചുകൂടെ ഭേദമാണ്. ഈ സ്വരങ്ങൾ പറയുമ്പോഴും അതിനൊരു ബ്യൂട്ടി വേണം. അത് നമ്മൾ വെറുതെ പാടണല്ലോ എന്ന് വിചാരിച്ചിട്ട് പാടരുത്. നീധ നീധ അധാ ഒക്കെ പറയുമ്പോൾ അതിനൊരു ബ്യൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പം ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു തേജസ് ആദ്യമായിട്ടാണ് നൊട്ടേഷൻ എഴുതിയിട്ടുള്ള ഒരു ചുവടുവെപ്പ് ആണോ? അതെ അതെ ആണ്. അപ്പൊ അതിനി കുറച്ചുകൂടെ നന്നാവട്ടെ. അല്ലാതെ മറ്റൊന്നും ഇതിലില്ല. ഇതിൽ മോന്റെ ആ പവർ കുറച്ചുകൂടി ഒന്ന് മിസ്സിങ് ആയി എന്നാ തോന്നിയത്. റമദാനൊക്കെ അല്ലേ, അതിൽ നെയ്ച്ചോറും കോഴിക്കറിയും ഉന്നക്കായും ഇതൊക്കെ കഴിച്ച് നല്ല പവർ കൊണ്ടുവാ. സന്തോഷമാവുന്നില്ലേ ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോ? മന്തി മാത്രമേ അവന് വേണ്ടൂ. പിന്നെ ഈ പാട്ട് അനാർക്കലി എന്ന് പറഞ്ഞ ചിത്രം എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു ചിത്രമാണ്. കാരണം ഇതില് വിദ്യാജിക്ക് വേണ്ടിയിട്ട് ഞാൻ പാടിയ ആ ഒരുത്തി അവളൊരുത്തി എന്ന് പറഞ്ഞൊരു പാട്ട്, അത് ഞാൻ ആദ്യം കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ പടത്തിൽ പാടിയിരുന്നു. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വിദ്യാജിക്ക് വേണ്ടി പാടുന്നത്. അപ്പം ഈ പടത്തിലായിരുന്നു അത് വിനീതിനോടൊപ്പം പാടിയ ഒരു ഡ്യുവറ്റ്. അതേപോലെ നമ്മുടെ ലിറിക്സ് എഴുതിയ രാജീവ് വളരെ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അത് മനോഹരമായ വരികളാണ് അദ്ദേഹത്തിന്റെ. അപ്പം എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് കൂടിയാണ്. എന്തായാലും എല്ലാവരെയും ഈ ഒരു പാട്ടിൽ ഞാനും ഓർക്കുന്നു. പിന്നെ നമ്മുടെ ചക്കര ഹരി. ചേച്ചി എന്തായാലും സെലിബ്രേഷൻ ആണ്. ആ ഒരുത്തി അവളൊരുത്തി ഞങ്ങൾക്ക് വേണ്ടി 2 ലൈൻ പാടി. തീർച്ചയായിട്ടും. യെസ്. ഒരുത്തി എന്നെന്നും അറിഞ്ഞ നേരത്ത് വിരിഞ്ഞതൊക്കെയും
സബാഷ് സബാഷ്. സൂപ്പർ. താങ്ക് യു ചേച്ചി. താങ്ക് യു. താങ്ക് യു. അപ്പൊ തേജസ് മാർക്ക് ചോദിക്കാം. എം ജി സർ. So today we are giving you an 8.8. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ഞാനൊരു 8.9. ഓക്കെ. ശരത് സാർ. ഇട്ട് ആ ഓക്കെ. താങ്ക് യു സർ. ചേച്ചി. ഞാനൊരു 8.9. താങ്ക് യു. ഓക്കെ. സോ ടോട്ടൽ 26.6. ഓക്കെടാ. ഇനി നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഈ വേദിയിൽ ഒരു ഫാമിലി വരാൻ പോവാണ്. ഓക്കെ. അവരൊരു കിഡിലൻ ഫാമിലിയാണ്. ഈ ഫാമിലിയുടെ പേര് പാട്ട് ഫാമിലി. അതാണ് അവരുടെ വെറൈറ്റി. കിഡിലൻ ആയിട്ടുള്ള പാട്ടുകൾ പാടും. ആ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ആക്ച്വലി ഭയങ്കര ബിസിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇത്. അപ്പൊ നമുക്ക് വിളിക്കാം. അപ്പൊ പാട്ട് ഫാമിലി നിഷാൻ സുൽത്താൻ എന്നാണ് ഐക്യയുടെ പേര്. അപ്പൊ നിഷാൻ സുൽത്താൻ ആൻഡ് ഫാമിലിയെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. ഒരുപാട് സന്തോഷാട്ടോ. ഞാൻ ഇവരോട് പറയായിരുന്നു കുറെ തിരക്കുണ്ടെന്ന് അറിയാം, പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊക്കെ കാണാനായിട്ട് വന്നതിൽ ഒരുപാട് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു ഫ്ലോർ കിട്ടാന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം. അത് ഇത്രയും ലെജൻഡൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആളുകളൊക്കെയാണ്. അവരുടെ മുമ്പിൽ ഒരു പാട്ട് പാടാൻ ആഗ്രഹിച്ച ആളാണ്. ഒത്തിരി ഓഡീഷനൊക്കെ പോയിട്ടുള്ളതാണ്. വർഷങ്ങളോളം ഓഡീഷന് പോയിട്ട് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഒരു ഭാഗ്യം, ദൈവ അനുഗ്രഹം. അടിപൊളി. എന്തായാലും പരിചയപ്പെടുത്തു എല്ലാവരും. ദിൽറുബ. സൂപ്പർ. നല്ല കോസ്റ്റ്യൂം. എന്താ ചെയ്യുന്നേ? 8th പഠിക്കുക. 8th. ഏത് സ്കൂളിലാ? CSM സെൻട്രൽ സ്കൂൾ. ഓക്കെ. ആളുടെ പേര് ദിൽറുബ. 3 മക്കളുണ്ട്. രണ്ടാമത്തത് ദിൽബർ. ഓക്കെ. ഇതാണോ ദിൽബർ? അല്ല, ഇത് മൂത്താള് ദിൽറുബ. ദിൽബറ അല്ല, ഇതെന്റെ മോളല്ല, എന്റെ ഭാര്യയാണ്. പല സ്ഥലങ്ങളിൽ പോകുമ്പോ ചോദിക്കലുണ്ട്. അവ എന്റെ രണ്ടാമത്തെ മോളാണ് ദിൽബർ. മൂന്നാമത്തെ ആറ് ദുൽഖർ സൽമാൻ. അവളുടെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ഒരു പേരാണ്. ദുൽഖർ സൽമാൻ ഭയങ്കര ഫാനാണ്. മമ്മൂക്ക ഫാനാണ്, ദുൽഖർ ഫാനാണ്. എന്നാ അങ്ങ് മമ്മൂട്ടി എന്നിടായിരുന്നു പേര്. പിന്നെ പ്രത്യേകം പറയണെങ്കിൽ വാലന്റൈൻസ് ഡേക്കാണ് പ്രസവിച്ചതല്ല, ഇവൾക്ക് അന്നത്തെ ദിവസം സിസേറിനായതുകൊണ്ട് ഇവൾക്ക് ആ ഒരു ദിവസം തന്നെ ഡോക്ടറെ അടുത്ത് സ്പെഷ്യൽ പറഞ്ഞിട്ട് ദുൽഖർ സൽമാൻ. വാലന്റൈൻസ് ഡേക്കാണ് വന്നത്. വേറെ എന്ത് വേണം? അതെ. ഇപ്പൊ ഞാൻ പറയായിരുന്നു യൂട്യൂബിലൊക്കെ ഇപ്പൊ വീഡിയോസ്, ഭയങ്കര വൈറൽ വീഡിയോസ്, ഡിവോഷണൽ സോങ്സ് ചെയ്യുന്നു. ആള് അയ്യപ്പന്റെ പാട്ടൊക്കെ പാടി ഭയങ്കര വൈറലായിട്ടുള്ള ആളാണ്. അപ്പൊ പറയാ ഒരു ജേർണി ഒന്ന് നമ്മളോട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അയ്യപ്പന്റെ കടാക്ഷം എന്നാണ് ഞങ്ങള് എവിടെ ഏത് സ്റ്റേജിൽ പോകുമ്പോഴും ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനും സജനയും പ്രോഗ്രാംസിനൊക്കെ പാടലുണ്ട്. പക്ഷെ എവിടെ നമ്മൾ എത്തിപ്പെടലില്ല. ഇതുപോലെ ഒത്തിരി റിയാലിറ്റി ഷോയിലും പല മേഖലയിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ എന്തോ മോള് അവൾക്ക് ഡാൻസിനോടായിരുന്നു താല്പര്യം. പാടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ പറയും നമ്മുടെ കൂടെ പാട്ട് പാടാം. അപ്പൊ ആള് തീരെ വരില്ല, താല്പര്യമില്ല. ഡാൻസിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നാ അതുവഴിക്ക് പൊക്കോട്ടെ, നമ്മൾ പിടിച്ചു കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു പ്രാവശ്യം സജിനാണ് റീൽസ് ഒക്കെ തുടങ്ങിയത്. പാട്ടുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അവളുടെ റീൽസ് കണ്ടിട്ട് നേരെ മോള് വന്നിട്ട് പപ്പ എനിക്കൊരു പാട്ട് പാടണമെന്നുണ്ട് മാമ്മയുടെ പോലെ. അങ്ങനെയാണ് ആള് ആദ്യമായിട്ട് ഒരു പാട്ട് പാടിയത്. അത് അത്യാവശ്യം ആളുകൾ ഇങ്ങനെ കണ്ട് ഒരു 3 ലക്ഷം ആൾക്കാരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോഴാണ് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് നിങ്ങൾ റീച്ച് ചെയ്തത്. അപ്പൊ പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മോള് ഇങ്ങനെ പാടി തുടങ്ങി. ഓളും സിംഗിള്, എല്ലാവരും സിംഗിളായി പാടി തുടങ്ങി. ഇതൊക്കെ യൂട്യൂബിലാണോ അതോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്? ഓക്കെ. പിന്നെ അയ്യപ്പ മണ്ഡലകാലം വന്നപ്പോൾ ഒരു 3 വർഷം മുമ്പ് ആ സീസണിൽ ഞങ്ങൾ ഒരു പാട്ട് പാടണമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ ഒറ്റക്ക് പാടിയാലും അത് അവളുടെ ഇത്ത പറഞ്ഞ് നിങ്ങൾ 2 ആളും കൂടെ പാടിയാൽ നന്നായിരിക്കും, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും മോളും കൂടെ ദാസേട്ടൻ പാടിയിട്ടുള്ള ഉദിച്ചുയർന്ന മാമലമേലെ ഉത്തര നക്ഷത്രം ഈ ഒരു പാട്ട് പാടി. അത് മില്യൺ കണക്കിന് ആളുകൾ കണ്ട് അത് ഭയങ്കര വൈറലായി. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഈ മോളെയും എന്നെ വിളിച്ചു തുടങ്ങി. അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങൾ 3 ആളും കൂടെ പാടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 ആൾ പാടി തുടങ്ങി. അങ്ങനെ അങ്ങനെ ആയി. ഇപ്പോൾ 4 ആൾ പാടുന്നുണ്ട്. ഇപ്പൊ എന്റെ രണ്ടാമത്തെ ആളും പാടും. അന്ന് രണ്ടാമത്തെ ആളുടെ പാട്ട് തുടരും മൂവിയിലെ കൺമണി പൂവേ എന്ന് പറയുന്ന പാട്ട് ഞങ്ങൾ 4 ആളും കൂടെ പാടിയിട്ട് ഭയങ്കര ഒരുപാട് ആളുകൾ കണ്ടതാണ്. അപ്പൊ അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ഞങ്ങൾ പാട്ട് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി. അവിടെ ഇവിടെയൊക്കെ പരിപാടി കിട്ടി തുടങ്ങി. അങ്ങനെ പോണു.
ഓ സൂപ്പർ. ഇപ്പൊ എന്തായാലും ആ പാട്ട് നമുക്കൊന്ന് കേൾക്കണം. ഉറപ്പായിട്ടും, അതിന് പിന്നെ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, ആ പെരുന്നാൾ സ്പെഷ്യൽ പാട്ട് വേണോ അതോ ഈ പാട്ട് വേണോ? എല്ലാം എല്ലാം നമുക്ക് വേണം. കേൾക്കണം. എല്ലാം വേണം. അപ്പൊ എന്തായാലും നമുക്ക് എന്നാ റംസാൻ സ്പെഷ്യലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. yes. ഓക്കെ, ഓ താങ്ക് യു. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവ മലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരല്ല. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കുലികൾ? ഖുർആന്റെ കുളിരിടും വാക്യങ്ങളെന്നോടെ കരളിലെ കറകൾ കഴുകിടുന്നു. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ. എന്നെ പുണരുന്ന പൂനിലാവേ പുണ്യറസൂലിൻ തിരുവൊളിയേ അല്ലാവേ നിന്നരുളുന്നു മാത്രം. തള്ളല്ലേ നീ എന്നെ തമ്പുരാനേ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവ മലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരല്ല. സാഫല്യം നേടി തേടിയോരല്ല. സാഫല്യം നേടി തേടിയോരല്ല. ശബാഷ്, ശബാഷ്. Good, good. സൂപ്പർ പെർഫോമൻസ് താങ്ക് യു ആയിരുന്നു. താങ്ക് യു താങ്ക് യു. കാരണം ഈ പാട്ടൊക്കെ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ പാടി കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 3 പേരായിട്ട് പാടുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് സമയം കണ്ടെത്തി വന്നതിൽ. അപ്പൊ ഫാമിലിയിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാം, തീർച്ചയായും, അതുപോലെ ഞങ്ങളുടെ തീർച്ചയായും. ആശംസകൾ thank അറിയിക്കാം. you, thank ഓക്കെ, you so താങ്ക് much. യു, Thank താങ്ക് യു you. സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. Thank you. All the best, ഇനിയും all the ഒരുപാട് best. വേദികൾ കിട്ടട്ടെ. താങ്ക് യു. കലക്ക് കാര്യം ഇവിടെ ഈ പാറു നമ്മുടെ ഓഡിഷനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്ക് ഒരു സെലിബ്രിറ്റി പെർഫോമൻസിനാ വന്നേക്കുന്നത്. അതെ, ഇതാണ് ഞാനൊരു കാര്യം സത്യം പറയട്ടെ. പറഞ്ഞത്. അറിയോ, ഞാൻ ആദ്യമായിട്ടാണ് MG സാറിനെയും ശരത് സാറിനൊക്കെ ആണെങ്കിൽ ഭയങ്കര അല്ല ഇവനെ കണ്ടിട്ടുണ്ടോ അതിനു മുമ്പ് ഈ ശാന്തമാൻ? ഇല്ലില്ല ഇല്ലല്ല മഞ്ജു ചേച്ചിയൊക്കെ കുറെ പാട്ടുകള് ഒരുപാട് പാട്ട് പാട്ട് പാടി. കുറെ ഞാൻ പാടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ ടോണ്. ഇനിയും ഇങ്ങനത്തെ Thank you. ഒരുപാട് നല്ല Moments മൊമെന്റ്സ് നിങ്ങളുടെ ഉണ്ടാവട്ടെ. ലൈഫിൽ ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ പറഞ്ഞത്, കാരണം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് യൂട്യൂബില് നിങ്ങൾ 3 പേര് പാടുന്നത്. ഞാൻ ഷാനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. മാത്രമല്ല ഷാനുമായിട്ട് ഞാൻ പറയുകയും ചെയ്തു,
അദ്ദേഹത്തിന്റെ വോയിസ് അല്ലേ, താങ്ക് യു സർ. വൈഫിന്റെ വോയിസ് താങ്ക് യു ഭയങ്കര ക്ലാരിറ്റി ഉള്ള വോയിസ് ആണ്. താങ്ക് യു സാർ. മോള് നന്നായിട്ടുണ്ട്, നീ വളർന്നു വരട്ടെ. പിന്നെ അദ്ദേഹം പറയേണ്ട കാര്യമില്ല. താങ്ക് യു സാർ. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. സന്തോഷം. നമ്മളൊരു മൊഞ്ചത്തെ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടോ? കൊച്ചിനോട് നമ്മൾ ചോദിച്ചില്ലല്ലോ എന്തൊക്കെയാണ് റംസാൻ വിശേഷങ്ങളൊക്കെ. ചോദിച്ചില്ല. ആക്ച്വലി ഹനയോടായിരുന്നു നമ്മൾ ആദ്യം ചോദിച്ചത്. ചോദിക്കേണ്ടത്. ഹന, കമോൺ. റംസാൻ നിലാവത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ. ഹാപ്പി റംസാൻ. എന്തൊക്കെയുണ്ട് പറയും ഞങ്ങളോടൊക്കെ വീട്ടിലൊക്കെ എന്തൊക്കെയാണ് ആഘോഷങ്ങളൊക്കെ? നല്ല വിശേഷമാണ്. എനിക്ക് കുറെ നാളൊന്നും വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. നമ്മൾക്ക് അടുത്ത സ്കെഡ്യൂൾ ആയില്ലേ, അപ്പൊ ഞങ്ങൾ ഇങ്ങ് വന്നു. അതെ. എന്താ റമദാൻ സ്പെഷ്യൽ? എന്റെ വീട്ടില് എന്ത് പറയുന്നത്, കൊളസ്ട്രോൾ ഉണ്ടായോണ്ട് തന്നെ ഓയിലി ഫുഡ്സ് ഒക്കെ നമ്മള് ഒഴിവാക്കി. വാട്ടർമെലൺ, പിന്നെ നെയ്ച്ചോറ്, കോഴിക്കറി ഒന്നുമില്ല. അല്ല, അതൊക്കെ ഉണ്ട്. ഉണ്ട് റൊട്ടി, തേങ്ങാപ്പാല്, എന്തായാലും ചിക്കനോ ബീഫ് അങ്ങനെയൊക്കെ. അല്ല, ഹന എന്തെങ്കിലും ഉണ്ടാക്കിയോ? നൂഡിൽസ് നമ്മള് എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിന്ന് പറയാം, പക്ഷെ ഞാൻ പറയത്തില്ല. നമ്മള് ഈ ഒരു മാസം നമ്മൾ ഒട്ടും കള്ളം പറയാൻ പാടില്ലല്ലോ. ഒരിക്കലും കള്ളം പറയരുത്. ഈ മാസം ഒരിക്കലും ഒരിക്കലും അത് പ്രാക്ടീസ് ചെയ്തോ. ഈ മാസം പ്രത്യേകിച്ച് ഹനയുടെ കാര്യം പറഞ്ഞേ. അത് ശരി. ഹന ഈ മാസം പക്ഷെ ഒരു കള്ളം പോലും പറയില്ല അല്ലേ, സത്യം മാത്രമേ പറയുള്ളൂ. കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും റംസാൻ ഒക്കെ വരാൻ പോവാണല്ലോ. പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ? ഞാൻ ഡ്രസ് എടുത്തു. ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങള് കല്യാണിലേക്ക് പോയി. അടിപൊളി സെലക്ഷൻസ് ആയിരുന്നു. സീരിയസ്ലി? ഓ, അടിപൊളി. നല്ല നല്ല സെലക്ഷൻസ്. അതായത് റംസാൻ സ്പെഷ്യൽ കുറെ കളക്ഷൻസ്. റംസാൻ സ്പെഷ്യൽ ആയിട്ട് കുറെ നല്ല കളക്ഷൻസ്. അതെ. അതായത് ചെന്ന് കയറിയപ്പോ തന്നെ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഉടുപ്പും സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഫാമിലി എല്ലാവരും ആയിട്ടാണോ പോയി പർച്ചേസ് ഒക്കെ ചെയ്തേ? ഞാനും പാപ്പിയും ഉമ്മയും. എന്നിട്ട് എല്ലാവരും എടുത്തോ ഡ്രസ്സ്? എല്ലാവരും എടുത്തു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ കല്യാണിൻ്റെ ഓണർ സ്വാമി സാറിനെ കണ്ടു. സാറ് കുറേ നേരം സംസാരിച്ചു. നമ്മുടെ പരിപാടി കാണും, എല്ലാവരും ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. സ്വാമിക്ക് കുറെ പാട്ട് സംഗീതം ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ, കുറെ സംഗീതം സ്നേഹിക്കുന്ന. പിന്നെ ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ശരിക്കും എന്താ പറഞ്ഞേ? ഗിഫ്റ്റ് എല്ലാവർക്കും തരാന്ന് എപ്പോ കിട്ടിയാലും നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യം. കല്യാണ സ്വാമി, താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പം വരും. അപ്പൊ ഗിഫ്റ്റ് എടുത്തിട്ട് വരുമോ? എന്നാലും വിശ്വാസമാവുള്ളൂ. ഞാൻ എടുത്തോണ്ട് വരാം. 1 2 3 4 5. അപ്പൊ എനിക്കും ഉണ്ട് ഗിഫ്റ്റ്. അയ്യടാ. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നല്ലേ കൊച്ച്, അവിടെ നിന്ന് കൊടുത്തു വിട്ടതാണ് നമുക്ക് വേണ്ടി. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വാ. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഹനക്കുട്ടിയുടെ കയ്യിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ് സ്വാമി സാർ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതെ, ഇതിലിപ്പോ ആരുടെയൊക്കെ ഏതാ നമ്മളെങ്ങനെ അറിയും? ഞാൻ പേരെഴുതിയിട്ടുണ്ട്. ഗുഡ് ഗേൾ. ഇനി എനിക്ക്. താങ്ക് യു കല്യാൺ സിൽക്സ്. താങ്ക് യു ഹന. ശരിക്കും പാറു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഒരു സാരി ഇല്ലേ, അത് നല്ല മനോഹരമായ കളക്ഷൻ ആയിരുന്നു. അത് എല്ലാവരും പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പം മോള് പറഞ്ഞ പോലെ, ഹന പറഞ്ഞ പോലെ ഈദിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കല്യാൺ സിൽക്സിലുണ്ട്. അപ്പം എല്ലാവരും അവിടെ ചെല്ലുക, ഇതുപോലെ അടിപൊളി സാധനങ്ങൾ മേടിച്ച് കുറേ കവറുകളുമായിട്ട് സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. താങ്ക് യു ഹന. അപ്പൊ എന്തായാലും റംസാൻ സെലിബ്രേഷൻസ് ഒക്കെ കഴിയാറായി. ഈ സ്പെഷ്യൽ ഡേയില് ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, അത് ഭയങ്കര സ്പെഷ്യലാണ്, നമുക്കത് പറയാതെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാനത് പറയണോ അതോ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നോ? തിരിഞ്ഞു നോക്കാം. ഞാൻ പറയാതെ തിരിയല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇന്ന് നമ്മളുടെ ശ്യാം സാറിന്റെ ബർത്ത്ഡേ ആണ്.
സാർ വണക്കം സാർ, ഹാപ്പി ബർത്ത്ഡേ സാർ. ഇത് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ശ്യാം സാർ ശരത് സാറാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും സൂപ്പർ സ്റ്റാറിന്റെ എല്ലാവരും കൂടി ശ്യാം സാറിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാണ്. സാറിന്റെ ഒരു റിപ്ലൈ, ശ്യാം സാർ ഹാപ്പി ബർത്ത്ഡേ. മോളെ മഞ്ജരി, ரொம்ப നന്ദി. ഗോഡ് ബ്ലെസ് യു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ശ്യാം സാർ. ഒരുപാട് 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 സന്തോഷം സാർ. വിഷ് യു എ ഹാപ്പി 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 ബർത്ത്ഡേ. താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് മീ സച്ച് വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ സോങ്സ്. ഇറ്റ്സ് എന്താ പറയുന്നത്, ഒരു പ്രഷ്യസ് സ്റ്റോണാണ് സാറിൻ്റെ ഓരോ പാട്ടും, എനിക്ക് തന്ന ഓരോ പാട്ടുകളും. താങ്ക് യു സാർ. ഒരുപാട് പേരെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആക്കിയ ശ്യാം സർ, ഇൻസ്പയർ ചെയ്തിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആക്കിയ ശ്യാം സാറിന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് നേരുന്നു. ഞങ്ങളെപ്പോഴും ഇവിടെ സാറിനെ ഓർക്കാറുണ്ട് ഇദ്ദേഹത്തിലൂടെ. പിന്നെ ഞങ്ങള് തന്നെ ഇടയ്ക്ക് ഈ സ്വരത്ത് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ കളിയാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ശരത്തേട്ടയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. ഭയങ്കര ഒരു ആഗ്രഹമാണ് സാറിനെ കാണണം എന്നുള്ളത്. ഹാപ്പി ബർത്ത്ഡേ സാർ. ശ്യാം സാർ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലടാ. കാര്യം ഇത് എന്നെ ആദ്യമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്ന ശ്യാം സാറാണ്. അപ്പോൾ ആ ഒരു നന്ദി സ്നേഹവും എപ്പോഴും സാറിൻ്റെ കൂടെ ഉണ്ട്. സാറിൻ്റെ ഒരു 15-20 മെസ്സേജെങ്കിലും ഓഡിയോ ക്ലിപ്പ് ഡെയിലി സാർ എനിക്ക് അയക്കും. അത് കേട്ടാൽ തന്നെ ഒരു സന്തോഷമാണ്. എപ്പോഴും ഗോഡ് ബ്ലെസ് യുവും. പിന്നെ ശ്യാം സാറിന് ഈ പുതിയ പുതിയ ഐഡിയകളാണ് ഇപ്പോഴും. പല പല ഐഡിയകൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു 3 പാട്ട് സാറിന് ചെയ്തെൻ്റെ കൂടെ വന്ന് തൊക്കാറ് പണില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അത് സാർ ഞാൻ വരുന്നുണ്ട് ഓടി. അപ്പോൾ നമുക്ക് അതെല്ലാം ചെയ്യാൻ സാർ, കലക്കാം. അപ്പം ഒരു തവണ കൂടെ ഹാപ്പി ബർത്ത്ഡേ സാർ. താങ്ക് യു. അതെ, ആൻഡ് താങ്ക് യു ശരത് സാർ. സാർ ഉള്ളതുകൊണ്ടാണ് എനിക്കും ശ്യാം സാറിനെ കാണാൻ പറ്റിയത്. ഞാൻ ലാസ്റ്റ് ചെന്നൈയിൽ പോയപ്പോൾ എന്നെ ശരത് സാർ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ശ്യാം സാർ. ഓക്കെ, അപ്പൊ ചേച്ചി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാമോ നമ്മുടെ സെലിബ്രേഷൻ? ഒരു പാട്ട്, ഒരു 4 വരി, ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈദ് മുബാറക് ആക്കാം. ഒന്നാനാം നല്ലൊരിളം കവുങ്ങ്, ഇല വിരിഞ്ഞാടണ പാൽ കവുങ്ങ്,